ശ്യാംരാജ്, ഈ ഡിബേറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ കാണിച്ച ദൃശ്യങ്ങൾ അങ്ങ് കണ്ടു കാണുമല്ലോ. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ ആ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ കാരണം എന്നത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന അവിടുത്തെ ഇസ്ലാമിക സംഘടനകളുടെ ഒരു രാഷ്ട്രസങ്കല്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നാം അഷ്ടലക്ഷ്മിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആ സംസ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന രാജ്യസങ്കല്പം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ ഈ സംഘർഷത്തിന് കാരണം. എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒന്ന്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ചെറിയ രാജ്യമാണെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്തായാലും വളരെ കാര്യത്തോടെ നോക്കി കാണുക തന്നെ ചെയ്യണം. ഇവിടെ സത്യത്തിൽ ഈ ബംഗ്ലാദേശിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നിയിട്ടുള്ളത്, ആ രാജ്യത്തിൽ ഇപ്പോൾ വിവിധ ഉദ്ദേശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം അഴിച്ചുവിടുന്ന സംഘടനകൾക്കുള്ളിൽ തന്നെ ഒരു ഏകീകരണം ഇല്ല. അവർ ഈ ഇന്ത്യ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള വെറുതെ ഒരു വർത്തമാനം പറയുന്നതിനപ്പുറത്തേക്ക് അവരുടെ രാജ്യത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കും, ആക്രമിക്കുന്നൊക്കെ വെറുതെ വാഗ്വാദം പറയുന്നതിനപ്പുറത്തേക്ക് അവരുടെ രാജ്യത്ത് അതിഭീകരമായിട്ടുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പുറത്ത് കേൾക്കുന്നത് പോലെ ഈ ഒന്നോ രണ്ടോ ഈ കലാപം നടത്തുന്ന ആളുകളൊക്കെ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല കലാപം നടത്തുന്നത്. ഇപ്പൊ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സമരം നടത്തുന്ന ആ സംഘടനകളായിക്കോട്ടെ, അവരെല്ലാം പല പല സംഘടനകളും പല പല അഭിപ്രായങ്ങളും പല പല രീതിയിലുമാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ അത് ഒരുപക്ഷെ ഇനി ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു അയൽ രാജ്യം എന്ന രീതിയിൽ നമ്മൾ അതിനെ ജാഗരൂകരായിട്ട് തന്നെ കണ്ടേ പാടുള്ളൂ. അതിന് അനുസരിച്ചിട്ടുള്ള ഒരു വിന്യാസമൊക്കെ, സേനാ വിന്യാസമൊക്കെ തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾക്ക് നിലവിലെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളതും. ഇപ്പൊ ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ആക്രമണം നടത്താനോ അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്താനൊന്നും തീരെ സാധ്യതയില്ല. അവർക്ക് അതിന് ഒരു കഴിവുള്ള രാജ്യമൊന്നുമല്ല. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഉള്ളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കൂടിയാണ്. കാരണം ഒരിക്കൽ നമ്മുടെ കൂടി ഭാഗമായിരുന്ന, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആ രാജ്യത്തിനകത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് കൂടി നമ്മൾ ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അവിടുത്തെ പ്രത്യേകിച്ച് നിലവിൽ ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എപ്പോഴും നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ആ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ഇരകളാക്കപ്പെടുന്നത്. ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത് സർക്കാരിന് എതിരെയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞാൽ പോലും അവസാനം അത് ചെന്നെത്തുന്നത് അതിഭീകരമായിട്ടുള്ള ന്യൂനപക്ഷ വേട്ടകളിലേക്കാണ്. ഇവിടെ സിറ്റിസൺസ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് അതിനെ ഇവിടുത്തെ ഈ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ശികാന്തം എതിർത്ത സമയത്ത് ഇപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ആക്ട് കൊണ്ടുവന്നതെന്ന് ആ പ്രസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാർക്ക് എങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോ ദീപു ചന്ദ്രദാസിന്റെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നോക്കൂ, അത്തരത്തിലുള്ള ഒരു കൊലപാതകം അവിടുത്തെ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾക്ക് എതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കുറച്ചുകൂടി വലിയൊരു കോണിൽ കൂടെ കാണാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം ആ രാജ്യത്തിന് ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് അവരുടേത് മാത്രമാണ്. പക്ഷെ ആ രാജ്യത്തിന് ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ നമ്മൾ വളരെ ജാഗരൂകരാക്കി കണ്ടു തന്നെ പാടുള്ളൂ. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നത്, കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്. ഇവിടെ മൈലുകൾക്കപ്പുറയുള്ള പാലസ്തീനിൽ നടന്നിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഹിന്ദു വേട്ടയ്ക്കെതിരെ നിശബ്ദരാണ്. ഇപ്പോ ലോകസഭയിൽ പാലസ്തീന്റെ പതാകയുടെ നിറമുള്ള ബാഗുമായിട്ട് കടന്നു ചെന്ന പ്രിയങ്ക വാദ്രയ്ക്കും അവരുടെ പാർട്ടിക്കും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരിക്കൽ നമ്മുടെ കൂടി ഭാഗമായിരുന്ന ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവിനെ ജനക്കൂട്ടം മോബിലൈസ് ചെയ്ത് തല്ലിക്കൊന്ന് അദ്ദേഹത്തെ കൊലപാതകം ചെയ്ത് ആ ശരീരം പോലും കത്തിച്ചു കളഞ്ഞപ്പോ ഇവർക്ക് എന്താ മിണ്ടാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത? ഇനി കേരളത്തിലടക്കം പ്രോ പാലസ്തീൻ പ്രസ്താവനകൾ നടത്തിയ, പ്രോ പാലസ്തീൻ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ നിശബ്ദരായിട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ ഇവിടെ കഫിയ പോലെയുള്ള ഈ പാലസ്തീൻ അനുകൂല സമര സമയത്ത് കഫിയ പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ പ്രകടനങ്ങൾ നടത്തുകയും സംസ്ഥാന കമ്മിറ്റി വരെ നടത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ഇക്കാര്യത്തിൽ നിശബ്ദരായി പോകുന്നത്?
അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യമാണെങ്കിൽ കൂടി ഈ അവിടെ ഉണ്ടാകുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ രാജ്യത്തൊട്ടാകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരാവശ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാൻ പറ്റുള്ളത്. പിന്നെ ആ രാജ്യത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെ പല പല സ്വഭാവങ്ങളിൽ ആഭ്യന്തരമായി തന്നെ വേറിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ വലിയൊരു രീതിയിൽ നമുക്കൊരു ഇപ്പൊ പാകിസ്ഥാനെ പോലും നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ചൈനയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്രമണം കൊണ്ട് അവരെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. പക്ഷെ മറുവശത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ അസ്വസ്ഥതകൾ എന്തൊക്കെയെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ശ്യാംരാജ്, നിലപാട് വ്യക്തമാണ്.